ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നാളും തീയതിയും നേരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 13-ാം തീയതി സെപ്റ്റംബർ 13-ാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ കരുത്തന്മാരും മറ്റൊരു പവർ ഹൗസ് ആയിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള യുവഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുക. അപ്പം ആ ഒരു മത്സരം വിജയത്തോടു കൂടി തന്നെ തുടങ്ങാൻ തന്നെ ആയിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർ തയ്യാറെടുക്കുന്നത്. ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാത്രമല്ല, മുംബൈ സിറ്റിയുടെ ആരാധകരും വെറുതെ മാങ്ങ പറിക്കാനല്ലോ വരുന്നത്. അവരും വിജയം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫിക്സറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15-ാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെയാണ്. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റ് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 22-ാം തീയതി ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ടാമത്തെ മത്സരം, മൂന്നാമത്തെ മത്സരം 29-ാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ, അടുത്ത മത്സരം ഒക്ടോബർ 3-ന് ഒഡീഷ എഫ് സിക്കെതിരെ, അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 20-ന് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ, പിന്നീട് 25-ാം തീയതി ബംഗളൂരു എന്ന പരമ്പരാഗത വൈരികൾക്കെതിരെ, 3-ാം തീയതി അടുത്ത മാസം നവംബർ 3-ാം തീയതി മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. നവംബർ 7-ാം തീയതി നടക്കുന്ന മത്സരമാകട്ടെ ഹൈദരാബാദ് എഫ് സിക്കെതിരെ, 24-ാം തീയതി ചെന്നൈയിൻ എഫ് സിക്കെതിരെ, 28-ാം തീയതി എഫ് സി ഗോവയ്ക്കെതിരെ, ഡിസംബർ 7-ാം തീയതി ബംഗളൂരു എഫ് സിക്കെതിരെ, 14-ാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ, പിന്നീട് 22-ാം തീയതി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ. അങ്ങനെ ഡിസംബർ 29-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന മത്സരം ജംഷഡ്പൂർ എഫ് സിക്കെതിരെ നടക്കും. പിന്നെ ഫിക്സർ അവസാനിക്കുന്നില്ല, 2025-ലെ ഫിക്സർ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പം ഇടയിൽ ഞാൻ ഒരുപാട് ലേറ്റായി എന്ന് എനിക്കറിയാം, നല്ല ലേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. അത് കുറേ കാരണങ്ങൾ കൊണ്ട് സമയം താമസിച്ച് പോയതാണ്. ഇതുവരെ വന്ന പിഴവുകൾക്കും ഡിലേകൾക്കും എല്ലാം മാപ്പ് ചോദിക്കുന്നു. ഇനി മുതൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് ഞാൻ ശ്രമിക്കും. കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം, ഞാൻ നന്നാവാൻ ശ്രമിക്കാം.